ഉച്ചക്കലത്തേക്കുള്ള കറി ഉണ്ടാക്കുന്ന തിരക്കിലാണ് ഞാൻ. രാവിലെ തന്നെ മീനൊക്കെ അങ്ങ് മേടിച്ചു. മീനുണ്ടെങ്കിൽ പിന്നെ അതൊരു പ്രധാന കറിയായല്ലോ. പിന്നെ മീനെല്ലാം വെട്ടിയെല്ലാം കഴുകി വെച്ചു. കിളിവരണ്ടെന്ന് പറഞ്ഞൊരു മീനാണ് കിട്ടിയത്. അപ്പം ഞാൻ വിചാരിച്ചു അത് കുറച്ച് മുളക് കറിയും വെക്കാം, പിന്നെ വറക്കാൻ നല്ല മീനാണല്ലോ, അത് കുറച്ചെടുത്ത് വറക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചക്കയുടെ സീസണല്ലേ, അപ്പോൾ ഇഷ്ടം പോലെ ചക്ക ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ചക്ക വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചക്ക അവിയലിനുള്ളതെല്ലാം അരിഞ്ഞു വെച്ചു. വറക്കാനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന മീനിൽ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം നന്നായിട്ട് തേച്ചിട്ട് അതങ്ങോട്ട് മാറ്റി വെച്ചു. അതൊന്ന് ഇരിക്കട്ടെ അവിടെ. അടുത്തത് ചക്ക വെക്കാമെന്ന് വിചാരിച്ചേ. ചക്ക വെക്കുന്നത് ഞങ്ങൾ മാങ്ങയിട്ടാണ്, പുളിക്ക് മാങ്ങ ഉപയോഗിച്ചേക്കുന്നത്. അതുപോലെ തന്നെ മുളക് പൊടി ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പ്രഷർ കുക്കറിലങ്ങ് വേവിക്കുകയാണേ. മീൻ വറക്കാനുള്ളതെല്ലാം റെഡിയാക്കി വെച്ച്, ഇലയിലെല്ലാം ആക്കി വെച്ച്, ഇനി അങ്ങ് വറുത്താൽ മാത്രം മതി. കൊച്ചുള്ളിയും വെളുത്തുള്ളിയും എല്ലാം ഇട്ട് നന്നായി വഴറ്റി, എന്നിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട്, എന്നിട്ട് പുളിവെള്ളം ഒഴിച്ചു, ഉപ്പിട്ട്, എന്നിട്ട് മീൻ പെറുക്കിയിട്ടു. അങ്ങനെ ചക്കേവിയലെല്ലാം റെഡിയായി, മീൻ നല്ല മുളകിട്ട കറിയെല്ലാം റെഡിയായി, പിന്നെ മീൻ വറുത്തതും റെഡിയായി. അപ്പോൾ ഇനി നമുക്ക് കഴിച്ചാലോ? ഞാനൊരു ഇലയൊക്കെ എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇലയിൽ അങ്ങോട്ട് ചക്കേവിയലൊക്കെ ഇങ്ങോട്ട് വിളമ്പി, അതിൻ്റെ മുകളിൽ മീൻ കറിയൊക്കെ അങ്ങോട്ട് ഒഴിച്ച്, വറുത്ത മീനും ഒക്കെ അങ്ങോട്ട് എടുത്ത് വെച്ചു. ഇനി ഞാൻ കഴിക്കാൻ പോവാണേ. ചക്കയും മീൻകറി, അതുപോലെ കപ്പയും മീൻകറി, പിന്നെ മീൻ വറുത്തതും കൂടെ ഉണ്ടെങ്കിൽ എന്താ അല്ലേ, ഇത് ഇഷ്ടമില്ലാത്തവരാരുണ്ടില്ലേ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.